friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മലബാറിന്റെ സ്വന്തം സ്നാക്ക് ആയിട്ടുള്ള കായ്പോള എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കട്ടെ. കായ്പോള, അതുപോലെ പഴം കേക്ക്, പഴം പോള, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടും. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ നേന്ത്രപ്പഴം എടുക്കണമെന്നുണ്ടെങ്കിൽ 3 ഉപയോഗിക്കാം, ഈ ഒരു അളവിന് വേണ്ടിയിട്ട് കേട്ടോ. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം അതുപോലെ തീരെ പഴുക്കാത്ത നേന്ത്രപ്പഴം എടുക്കണ്ട കേട്ടോ. രണ്ടും ടേസ്റ്റ് കൊടുക്കില്ല കായ്പോളയ്ക്ക്. ഇനി നമുക്കിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഒന്ന് നമുക്ക് മുറിച്ചെടുക്കണം. ഇത് മലബാറിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ റമദാൻ്റെ സമയത്തൊക്കെ കഴിക്കുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ നമുക്ക് മുട്ടയും നേന്ത്രപ്പഴവും പഞ്ചസാരയും ഉണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. എല്ലാം ഒന്ന് മുറിച്ചെടുക്കുക. ഇതുപോലെ നേന്ത്രപ്പഴം ഞാൻ 4 മുറിച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് കനം കുറച്ചിട്ടാണ് മുറിച്ചെടുക്കണത് കേട്ടോ. 2 നേന്ത്രപ്പഴം നമുക്കിതുപോലെ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നേന്ത്രപ്പഴം 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കാഷ്യൂനറ്റും കിസ്മിസുമാണ്. ഒരു 15ഓളം കാഷ്യൂനറ്റും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കിസ്മിസുമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. കാഷ്യൂനറ്റ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു കടായി എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നെയ്യ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ അങ്ങനെ വേറെ ഏതെങ്കിലും ഓയിൽ എന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാഷ്യൂനറ്റ് ഇട്ട് കൊടുക്കാം. കാഷ്യൂനറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച കിസ്മിസും കൂടിയും ചേർത്ത് കൊടുക്കാം. കിസ്മിസൊക്കെ ഒന്ന് വീർത്ത് വരട്ടെ. കണ്ടില്ലേ, ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതന്നെ മതി. എല്ലാം കോരിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഈ സെയിം നെയ്യിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമ്മൾ വീണ്ടും ഇത് കുക്ക് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ ഓവറായിട്ട് അങ്ങനെ ഉടഞ്ഞു പോണ ഒരു രീതിയിൽ ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം ഇതിനത്രയ്ക്ക് നന്നായിട്ട് വരില്ല എന്ന്. കണ്ടില്ലേ, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും ഞാൻ വഴറ്റിയൊന്നും എടുക്കണമെന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരിക. അത് പിന്നെ നമ്മുടെ ഇഷ്ടം. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ തന്നെ മതി. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. തണുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിങ് റെഡിയാക്കില്ലേ, അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മിക്സിങ് തയ്യാറാക്കി എടുക്കണുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അളവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് 4 മുട്ട എന്ന് പറയുമ്പോൾ കറക്റ്റ് തന്നെയാണ് കേട്ടോ. 4 മുട്ട ഞാൻ ഇപ്പോൾ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ കേട്ടോ. ഞാനിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി. ഇപ്പോൾ പാൽപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് പാലാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. പാല് മാക്സിമം 2-3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ മാറും കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് വരണമെന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരണം കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം.
ഇതിപ്പോൾ അടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈസി ആയിട്ട് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം മിക്സിയിൽ ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലാതെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ ഉപയോഗിക്കണമെന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ റെഡിയാക്കിയ എല്ലാ കാര്യങ്ങളും ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ച ആ മുട്ടയുടെ മിക്സ് ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്തെടുത്ത കാഷ്യൂനട്ടും കിസ്മിസും ഇല്ലേ, അതിൽ നിന്ന് പകുതി ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പകുതി മാറ്റി വയ്ക്കുക നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നെയ്യിൽ വഴറ്റിയെടുത്ത നേന്ത്രപ്പഴയില്ലേ, ആ ഒരു മിക്സ് മുഴുവനായിട്ട് തന്നെ ഈ മുട്ടയുടെ മിക്സിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിന് ചൂട് തീരെ ഉണ്ടാവരുത് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇപ്പം നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. കണ്ടില്ലേ എളുപ്പത്തിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു കടായി വെച്ച് കൊടുക്കാം കേട്ടോ. കടായി അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാൻ ആയാലും മതി വെച്ച് കൊടുക്കുക. ഇനി ഈ കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരാനും വേണ്ടിയിട്ട്. കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക. വശങ്ങളിലും എല്ലാവിടെയും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്ര തന്നെ മതി. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. പിന്നെ നല്ല വൈഡായിട്ടുള്ള പാനിലാണ് നിങ്ങളിപ്പോൾ ഇത് ഉണ്ടാക്കണേന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ വേറൊരു പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടില്ലേ, അത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചൊരു കട്ടിയുണ്ട്. അത് കാരണം മാത്രമാണ് ഞാൻ താഴെ വേറൊരു പാനും കൂടി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയും എന്താ പറയുക പൊങ്ങി ആണല്ലോ നിൽക്കണത്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും കാണാൻ കുറച്ചൊരു നന്നായിട്ട് വരിക. കണ്ടില്ലേ ഇത് മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ഇപ്പോൾ വെച്ച് കൊടുക്കില്ല കേട്ടോ. ഇത് കുറച്ചൊരു 3/4 ഭാഗത്തോളം കുക്കായി വന്നതിന് ശേഷം മാത്രമേ നമ്മളത് വെച്ച് കൊടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കാഷ്യൂനട്ടൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് താഴേക്ക് പോകും, മുകളിൽ തീരെ കാണില്ല. അപ്പോൾ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ 3/4 ഭാഗത്തോളം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച മാറ്റി വെച്ചില്ലേ പകുതി കാഷ്യൂനട്ടും കിസ്മിസും, അത് വെച്ച് കൊടുക്കുക ഈ ഒരു രീതിയിൽ. പിന്നെ ഇത് കുക്കായിട്ട് വരാനെടുക്കണ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ടാണ് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് ചെറിയൊരു പാത്രത്തിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കായ്പോള കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കുക്ക് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറുകളൊക്കെ പിടിക്കും. ഇപ്പോൾ ഈ ഒരു അളവിലുള്ള കായ്പോളയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പോൾ ഇതെനിക്കൊരു 20 മിനിറ്റോളമാണ് എടുത്തത് നന്നായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരുപാട് കട്ടിയില്ല, പക്ഷേ എന്നാലൊരു മീഡിയം തിക്നെസ്സിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂവർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വന്നു എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നു എന്ന് അർത്ഥം. കണ്ടില്ലേ നമ്മൾ സാധാരണ കേക്കൊക്കെ തയ്യാറാക്കണം ആ സെയിം രീതിയിൽ തന്നെ. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് എന്താ പറയുക വശങ്ങളിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെടിയിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതിനെ അൺമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതായത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഭാഗം നമുക്കൊന്നും കൂടി ഒന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നോട്ടെ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ അതിനുശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പീസ് ഒന്ന് മുറിച്ചെടുത്ത് നോക്കട്ടെ. കണ്ടില്ലേ ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല ലെയേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന കായ്പോള റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ മലബാറിന്റെ സ്വന്തം സ്നാക്ക് ആയിട്ടുള്ള കായ്പോള റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? പഴവും അങ്ങനെ ഓരോ ലേയേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ? നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ട്ടോ. ഇതെപ്പോഴും ഒരു ചൂടോട് കൂടി അതായത് ചെറിയൊരു ചൂടോട് കൂടി കഴിക്കണതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക ട്ടോ. തണുത്തതിന് ശേഷം കഴിക്കണേക്കാളും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം ട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക്